ഹലോ മക്കളെ, അശ്വിൻ മിസ് ആണ്. സോ എല്ലാവരും 10th എക്സാം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? നിങ്ങളുടെ 11th പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പേഴ്സണലി അനുഭവിച്ച ഒരു കാര്യമാണ്. അതായത് 10th നിങ്ങൾ ഓൾറെഡി CBSE ബോർഡ് എക്സാം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് 11th ബോർഡ് എക്സാമിന്റെ ഒരു ആവശ്യം വരുന്നില്ല, ഇനി നിങ്ങൾ 12th എന്താ ചെയ്താൽ മതി, ബോർഡ് എക്സാമിനെ പറ്റി ചിന്തിച്ചാൽ മതി എന്ന് ഒരുപാട് ആൾക്കാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സോ അങ്ങനെയാണോ എന്ന് എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. കാര്യം നിങ്ങൾ 10th വരെ പഠിച്ചു വന്ന രീതിയും നിങ്ങളുടെ 11th and 12th കരിക്കുലം ആൻഡ് സിലബസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് നിങ്ങൾ 11th ടോപ്പിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന രീതി വേറെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ 11th പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 12th എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഫുൾ A1 എന്ന് പറഞ്ഞൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ബയോളജിയുടെ കേസിൽ എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾക്ക് 11th പഠിക്കാനുണ്ട്. സോ ആ ചാപ്റ്ററിൽ സെൽ എന്താണ്, ടിഷ്യൂസ് എന്താണ്, ഓർഗൻ എന്താണ്, ഓർഗൻ സിസ്റ്റം എന്താണ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ ചാപ്റ്റർ മിസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 12th എത്തുമ്പോൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് DNA പറ്റിയും RNA പറ്റിയിട്ടും ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അങ്ങനെ ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട്. സോ സെല്ലിനെ പറ്റി അറിയില്ലെങ്കിൽ 12th എത്തിക്കഴിയുമ്പോൾ പിന്നെയും നിങ്ങൾക്ക് സെല്ലിനെ പറ്റി പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. സോ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, 11th ആ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ 12th എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ 11th നിങ്ങൾ മോർഫോളജി പഠിക്കുന്നുണ്ട്, അനാട്ടമി, ഡൈവേഴ്സിറ്റി, ലൈഫ് ഫോംസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 11th നിങ്ങൾ ഒരുപാട് ഡയഗ്രംസ് പരിചയപ്പെടുന്നുണ്ട്, പിന്നെ ഒരുപാട് ടെർമിനോളജീസ് വരുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ 11th സെറ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് 12th എത്തുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഈസി ആയിട്ട് അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ എൻട്രൻസ് എക്സാമിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് എക്സാമ്പിളായിട്ട് നീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നീറ്റിന്റെ 50% സിലബസ് ക്ലാസ് 11th നിന്നാണ് വരുന്നത്. സോ 11th മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോറിനെ അത് വളരെയധികം എഫക്ട് ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്കോറിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല. സോ 11th വന്ന ആ ഒരു ടൈമിൽ എന്താണ്, കുറച്ചുകൂടി റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അതായത് ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനില്ലേ, സോ ഓരോ സബ്ജക്റ്റും ഞാൻ എങ്ങനെയാണ് എക്സ്ട്രാ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എവിടെ പോയിട്ടാണ് അതിനുള്ള PDF എടുക്കുക എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓടുന്നുണ്ടാവും അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് ടീം സൈലം നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. അതായത് അഗ്നി ബാച്ചുമായിട്ടാണ് ടീം സൈലം നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. സോ നിങ്ങൾ ആരും ഈ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുക. നമ്മൾ അടിപൊളി ഫീച്ചേഴ്സുമായിട്ടാണ് അഗ്നി ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് കുട്ടികൾക്കെങ്കിലും അറിയുണ്ടാവും അഗ്നി ബാച്ചിന്റെ എന്താണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട്. നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് പോകുന്നുണ്ട് എവിടെ, അഗ്നി ബാച്ചിൽ. ഇൻ കേസ് നിങ്ങൾ ലൈവ് സെഷൻ മിസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ പാർട്ടും നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഒരു ചാപ്റ്ററിൻ്റെ തന്നെ ഏകദേശം 8 to 12 പാർട്സ് വരെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ടോപ്പിക്സ് കൊടുത്തിരിക്കുന്നത്. സോ ഓരോ ടോപ്പിക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അത് മിസ്സാക്കാതെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ആ ഒരു ടോപ്പിക്കിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ ഓരോ സെഷന് ശേഷവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗത്തു നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ബോർഡ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എത്രത്തോളം ആ ടോപ്പിക്ക് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾക്ക് ആ ദിവസം തന്നെ മനസ്സിലാവും. അത് കൂടാതെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഒരു ദിവസം കവർ ചെയ്ത ടോപ്പിക്ക് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫീച്ചേഴ്സ് വഴി ഡൗട്ട് ടൈപ്പ് ചെയ്ത് അവിടെ ഇടാവുന്നതാണ്. നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ഉടനെ തന്നെ ആ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഇതെല്ലാം അഗ്നി ബാച്ചിന്റെ ഒരു അടിപൊളി ഫീച്ചേഴ്സ് ആണ്. കൂടാതെ ഒരുപാട് MCQs, അതുപോലെ ഒരുപാട് DPPs എല്ലാം നമ്മൾ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം വെറും 4999 നിങ്ങൾക്ക് 1 ഇയറിലേക്ക് അവൈലബിൾ ആയിരിക്കും. സോ ആരും മിസ്സാക്കാതെ എത്രയും പെട്ടെന്ന് അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. Class 12 may gives you result, but class 11 gives the roots. So don't miss the roots.